നോട്ടുമാറ്റത്തിൽ പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തി. മൻ കി ബാത്തിലൂടെയാണ് മോദിയുടെ കുറ്റസമ്മതം. 50 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നും മോദി ആവർത്തിച്ചു. നവംബർ 8-ന് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നോട്ട് പിൻവലിക്കൽ വിവരം അറിയിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. തീരുമാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇത് തിരിച്ചറിയുന്നു. 50 ദിവസത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ജനങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു. നോട്ട് പിൻവലിക്കലിലൂടെ ജനജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് 20 ദിവസത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതം. കള്ളപ്പണക്കാരെ തുരത്താൻ ലക്ഷ്യമിട്ടെടുത്ത തീരുമാനമായിരുന്നു നോട്ട് പിൻവലിക്കലെന്ന് നരേന്ദ്രമോദിയും BJPയും ആവർത്തിക്കുമ്പോഴും ബുദ്ധിമുട്ടിലായത് രാജ്യത്തെ സാധാരണക്കാരാണ്. പാർലമെന്റിനെ പോലും അഭിമുഖീകരിക്കാതെ റേഡിയോയിലൂടെ നടത്തിയ പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതം പോലും ഭീരുത്വമായാണ് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. നിലമ്പൂർ കരുളായി വനമേഖലയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് മജിസ്റ്റീരിയൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പെരിന്തൽമണ്ണ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഉത്തരവിറക്കിയത്. സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരാനാണ് മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. അതേസമയം ഏറ്റുമുട്ടൽ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നിലമ്പൂരിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൂടുതൽ വിവരങ്ങൾ പീപ്പിൾ TV പുറത്തുവിടുന്നു. പോലീസിന് നേരെ മാവോയിസ്റ്റ് സംഘം 19 റൗണ്ട് വെടി ഉതിർത്തു. ശൂന്യമായ തിരകൾ പോലീസിന് ലഭിച്ചു. തിരകളും ബ്രിട്ടീഷ് നിർമ്മിത തോക്കും ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വിട്ടു. കരുളി ഈങ്ങാർ ഉൾവനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേണ്ട പരിശോധന നടത്താത്തത് മാവോയിസ്റ്റുകൾക്ക് ഈ വനം സുരക്ഷിത ഒളിത്താവളമാക്കാൻ സഹായകരമായെന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ദേവരാജന്റെ നേതൃത്വത്തിൽ 19 റൗണ്ടാണ് മാവോയിസ്റ്റ് സംഘം പോലീസിന് നേരെ വെടിയുതിർത്തത്. കാശ്മീർ തീവ്രവാദികൾ സാധാരണ ഉപയോഗിക്കാറുള്ള സെൽഫ് ലോഡിംഗ് റൈഫിൾ, ബ്രിട്ടീഷ് നിർമ്മിത .322 mm പിസ്റ്റൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു അപ്രതീക്ഷിതമായി പോലീസിന് നേരെ മാവോയിസ്റ്റ് സംഘത്തിന്റെ ആക്രമണം. പിസ്റ്റൾ മാത്രമേ പോലീസിന് കണ്ടെടുക്കാനായുള്ളൂ. .32 mm തിരകളുടെ കാലിശല്ലുകൾ പോലീസ് ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. 15 മിനിറ്റോളം നീണ്ട ഏറ്റുമുട്ടലിനിടെ ദേവരാജും കാവേരിയും വെടിയേറ്റു വീണപ്പോൾ മറ്റുള്ളവർ പരിക്കേറ്റവരെയും ആയുധങ്ങളെയും എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ മൃതദേഹം പോലും സേനയ്ക്ക് വിട്ടുകൊടുക്കാതെ ഒപ്പം കൊണ്ടുപോകുന്നതാണ് മാവോയിസ്റ്റുകളുടെ രീതി. ചെങ്കുത്തായ മരനിരകൾ ഉൾപ്പെട്ട ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. കാടുകൾക്കിടയിൽ പതിയിരുന്നു നടത്തിയ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു. പോലീസ് സംഘം മാവോയിസ്റ്റുകളുടെ മുമ്പിൽ വന്ന് പെടുകയായിരുന്നു. വിദൂരത്തു നിന്ന് വെടിയുതിർക്കാവുന്ന സംവിധാനമാണ് പോലീസിന്റേത്. എന്നാൽ മാവോയിസ്റ്റ് സംഘം കൂടുതൽ ഉപയോഗിച്ചത് പിസ്റ്റളായതിനാൽ 35 മീറ്ററായിരുന്നു ദൂരപരിധി. ഇക്കാരണം കൊണ്ട് മാത്രമാണ് തണ്ടർബോൾട്ട് സംഘത്തിന് ആക്രമണത്തിൽ പരിക്കേൽക്കാതിരുന്നതെന്നും തണ്ടർബോൾട്ട് അംഗം പീപ്പിൾ TVയോട് വെളിപ്പെടുത്തി. തണ്ടർബോൾട്ട് ടീമിൽ കാശ്മീർ തീവ്രവാദികളെയും മറ്റ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റുകളെയും നേരിട്ടിട്ടുള്ളവർ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൃത്യതയും ഏത് ആക്രമണത്തെയും നേരിടാനുള്ള ശേഷിയും തണ്ടർബോൾട്ടിനുണ്ട്. അതേസമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ വേണ്ട പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ മാസങ്ങളായി മാവോയിസ്റ്റ് സംഘത്തിന് തമ്പടിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ആരുടെയെങ്കിലും സഹായമോ ഒത്താശയോ മാവോയിസ്റ്റുകൾക്ക് ലഭിച്ചിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആദിവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വീഴ്ച പറ്റി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിലമ്പൂരിലെ മാവോയിസ്റ്റ് കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ VM സുധീരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി. വേണ്ടി വന്നാൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങും. മൂലമറ്റം പവർ ഹൌസിലെ ജനറേറ്ററുകൾ ഡിസംബർ 16-ന് മുൻപ് പ്രവർത്തന സജ്ജമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ വേറെ വൈദ്യുതി വാങ്ങിയാണേലും ലോഡ് ഷെഡിങ് ഒഴിവാക്കണമെന്ന നിലയിലാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ആലോചനയാണ്. അതിന് നേരത്തെ തന്നെ ഇതിന് മുന്നൊരുക്കം എന്ന നിലയിൽ വൈദ്യുതി ആവശ്യമെന്ന് വാങ്ങാനുള്ള സംവിധാനമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. ഞാൻ CMOയായിട്ട് മുഖ്യമന്ത്രിയായി സംസാരിച്ചു. എന്നോട് ബോർഡിൻ്റെ ഉത്തരവാദികൾ എന്നെ വിളിച്ച് സംസാരിച്ചു. അതനുസരിച്ച് CMOയായി സംസാരിച്ചപ്പോൾ ലോഡ് ഷെഡിങ് ഒഴിവാക്കുക, ഇത് എത്രയും വേഗം മെയിൻ്റെനൻസ് ചെയ്ത് ഇതിൻ്റെ ജോലി പൂർത്തിയാക്കുക, 16-ാം തീയതിയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്, ഒരു പുനർക്രമീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബോർഡിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം ചിന്തിക്കുന്നതാണ്.
ഒഡീഷയിലെ പുരിയിൽ ചേരുന്ന CITU അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 5 പ്രതിനിധി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. M. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2013 കണ്ണൂരിൽ ചേർന്ന 14ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് ശേഷമുള്ള 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദമായി വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ ജനറൽ സെക്രട്ടറി തപൻ സെൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പുരോഗമിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. വിമർശനവും സ്വയം വിമർശനവും ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഇഴ കീറി പരിശോധിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് പുരോഗമിക്കുന്നത്. കേരളത്തിൽ നിന്നും 5 പ്രതിനിധികളാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. N. പത്മലോചനൻ, VC കാർത്തിയായനി, MV ജയരാജൻ, V. ശിവൻകുട്ടി എന്നിവരാണ് ഇന്ന് കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളും സംസ്ഥാന ഘടകങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ നടത്തിയ പ്രധാന പ്രവർത്തനങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ സമ്മേളനത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളിലുണ്ടായ പോരായ്മകൾ സ്വയം വിമർശനമായി തന്നെ സമ്മേളനത്തിന്റെ ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ നിർണായക തീരുമാനങ്ങളാണ് ഈ ചർച്ചയിൽ ഉയർന്നു വരിക. ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെയും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഊർജം ഈ സംഘടനയ്ക്ക് CITUവിന് തൊഴിലാളി മുന്നേറ്റത്തിന് ഊർജം പകർന്നു നൽകുന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കും. പിന്നീട് സംഘടന പ്രത്യേക വിഭാഗമായി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഇതിന്മേലുള്ള ചർച്ചയും നടക്കും. നാളെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള വളരെ നിർണായകമായ ചർച്ചകൾ തന്നെ സമ്മേളനത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയുടെ ഇടവേളകളിൽ വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുമുണ്ട്. Los revolucionarios cubanos, nuestro deber internacionalista. അന്തരിച്ച ക്യൂബൻ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകത്തിന്റെ ആദരാഞ്ജലി. കാസ്ട്രോയുടെ സംസ്കാര ചടങ്ങുകൾ ഡിസംബർ 4 സാന്റിയാഗോയിൽ നടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കും. 29 ഹവാനയിൽ അന്തിമോപചാര റാലിയും നടക്കും. റാലിയിൽ ലോക നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കും. ഒരാഴ്ച നീളുന്ന സംസ്കാര ചടങ്ങുകളാണ് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സർക്കാരും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാളെയും മറ്റന്നാളും അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ പ്രാദേശിക സമയം രാവിലെ 9 മണിക്കാണ് പൊതുദർശനം ആരംഭിക്കുക. തലസ്ഥാനമായ ഹവാനയിലും മറ്റിടങ്ങളിലും പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അന്തിമാഭിവാദ്യം അർപ്പിക്കാനും ദൃഢപ്രതിജ്ഞ ചെയ്യാനും പൊതുദർശന വേദിയിൽ സൗകര്യമുണ്ടാകും. ചൊവ്വാഴ്ച ജോസ് മാർത്തി എന്ന പേരിൽ പ്ലാസ ഡി ലായിൽ റാലിയും സംഘടിപ്പിക്കും. ബുധനാഴ്ച മുതൽ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വിലാപയാത്ര ഡിസംബർ 3 സാന്റിയാഗോയിൽ അവസാനിക്കും. കിഴക്കൻ സാന്റിയാഗോയിലെ സെമിത്തേരിയിൽ ഡിസംബർ 4 ക്യൂബൻ സമയം 7 മണിക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്. ക്യൂബൻ വിപ്ലവ നക്ഷത്രം ഫിദൽ കാസ്ട്രോയുടെ വേർപാടിൽ ലോക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കൊച്ചി ക്യൂബയെ ശക്തിപ്പെടുത്തിയ കാസ്ട്രോയുടെ മരണവാർത്തയിൽ ആഗോളതലത്തിൽ അനുശോചന പ്രവാഹമായിരുന്നു. അമേരിക്കൻ തീരത്തു നിന്നും 10 മൈൽ മാത്രം അകലെയുള്ള കൊച്ചി ക്യൂബയെ യാങ്കി സാമ്രാജ്യത്തെ പോലും വെല്ലുവിളിക്കാൻ പ്രാപ്തനാക്കിയത് ഫിദൽ കാസ്ട്രോ എന്ന വിപ്ലവ നക്ഷത്രമായിരുന്നു. സോഷ്യലിസം അല്ലെങ്കിൽ മരണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കാസ്ട്രോ ലോക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടാക്കിയ വിപ്ലവ പ്രതിധ്വനി ലോകമെങ്ങും അലയടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്തയിൽ ആഗോള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തിയത്. കാസ്ട്രോ തന്റെ ദൗത്യം പൂർത്തിയാക്കി. സോഷ്യലിസത്തിനായി അദ്ദേഹം ജീവിതം മുഴുവൻ പോരാടി. അദ്ദേഹത്തെ ഓർത്ത് ക്യൂബൻ ജനതയ്ക്ക് അഭിമാനിക്കാം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വെനസ്വലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ കാസ്ട്രോയെ അനുസ്മരിച്ചത്. Fidel, vuela tranquilo, vuela en paz, misión cumplida, y aquí estamos nosotros, embraguetados con tu bandera, con la bandera de Chávez, para seguir cumpliendo la gran misión de la dignidad y de la independencia de nuestros pueblos. കാസ്ട്രോയുടെ വേർപാടിൽ വിയറ്റ്നാം ജനതയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി.
തങ്ങളുടെ വിപ്ലവ നേതാവിന് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ റെഡ് സല്യൂട്ട് നൽകി. സഹോദര തുല്യരായ ക്യൂബൻ ജനതയുടെ ദുഃഖത്തിൽ തങ്ങളും പങ്കുചേരുന്നതായി വിയറ്റ്നാമും പ്രതികരിച്ചു. ലാറ്റിൻ അമേരിക്കൻ പോരാട്ടങ്ങൾക്ക് പ്രചോദനം നൽകിയ കാസ്ട്രോയുടെ വിയോഗത്തിൽ ബൊളീവിയ, നിക്കരാഗ്വ, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ ഇടതുപക്ഷ ചേരികളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളും ക്യൂബൻ നായകന് ജ്വലിക്കുന്ന വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്. ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയുടെ വേർപാടിന്റെ വേദനയിലാണ് ക്യൂബയിലെ ഹവാന സർവകലാശാല ക്യാമ്പസ്. വിദ്യാർത്ഥികൾ ഏറെ വികാരപരമായിട്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. ക്യൂബൻ ഭരണകൂടത്തിനെതിരായ തന്റെ സമരപോരാട്ടങ്ങൾക്ക് ഫിദൽ തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. ഫിദൽ, ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഇത് തുടരുക തന്നെ ചെയ്യും. ഇനി ഞങ്ങളിലൂടെ, പിന്നെ ഞങ്ങളെ പിന്തുടർന്നു വരുന്നവരിലൂടെ. ഇവർ ഒന്നും രണ്ടും പേരല്ല, ഒരുപാട് പേർ. പൊരുതുന്ന ക്യൂബയുടെ പുതിയുഗ സാരഥികൾ. തങ്ങളുടെ രാജ്യത്തിൻ്റെ വീരനായകന് അഭിവാദ്യം അർപ്പിക്കാൻ അവർ ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിലും ഒത്തുകൂടി. ഇവിടെ ഈ ഹവാന സർവകലാശാലയിൽ നിന്നായിരുന്നു ഫിദൽ ക്യൂബൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയത്. ഇവിടെ നിന്നായിരുന്നു ക്യൂബൻ ഭരണകൂടത്തിനെതിരെ ഫിദൽ ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചത്. റമോൺ ഗ്രോയുടെ ക്യൂബൻ സർക്കാർ വിദ്യാർത്ഥികളെ ചോരയിൽ കുളിപ്പിച്ചതും ഇതേ മണ്ണിൽ. സ്മരണകൾ ഗർജിക്കുന്ന ഈ കലാലയമുറ്റത്ത് ഒന്നിച്ച പുതുതലമുറയ്ക്ക് ഫിദൽ അണമുറിയാത്ത ആവേശമാകുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമെല്ലാമായി വിവാ ഫിദൽ എന്നുറക്കെ വിളിച്ച് അവർ തങ്ങളുടെ പ്രിയ നായകന് വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഈ മനുഷ്യനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കാരണം അദ്ദേഹം സ്നേഹിച്ചത് ക്യൂബയെ മാത്രമായിരുന്നില്ല, ലോക ജനതയെ ആകെയായിരുന്നു. വിദ്യാർത്ഥികളുടെ വാക്കുകളിൽ നിറയുന്ന ഈ തീപ്പൊരി വെറുമൊരു യൗവനത്തിന്റെ സമരാവേശമല്ല, അത് ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. ഒപ്പം ഒരു ചരിത്രപുരുഷനോടുള്ള നീതി പുലർത്തലും. ഇന്റർനാഷണൽ ഡെസ്ക്. വാർത്തയിലേക്ക്. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ മകന് വെടിയേറ്റതിൽ മനംനൊന്ത് അച്ഛൻ സ്വയം വെടിവെച്ച് മരിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി മാത്യു ആണ് മരിച്ചത്. വെടിയേറ്റ മകൻ മനുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മാത്യു തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന മകൻ മനുവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. ഇതിൽ മനംനൊന്ത മാത്യു കയ്യിലുണ്ടായിരുന്ന ഡബിൾ ബാരൽ തോക്കുപയോഗിച്ച് സ്വയം വെടിവെക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാത്യുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ മനുവിന്റെ നില ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ വനം വകുപ്പിലെ ജോലിക്കാരനായിരുന്ന മാത്യുവിന് തോക്ക് ലൈസൻസ് ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു സംഭവമെന്ന രീതിയിലാണ് നാട്ടുകാരിൽ ചിലർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകന്റെ മൊഴിയെടുത്തപ്പോഴാണ് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ഇടത് പാർട്ടികൾ സംയുക്തമായി നാളെ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും. CPIM, CPI അടക്കമുള്ള 7 ഇടത് പാർട്ടികൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. അതേസമയം കാർഷിക വിപണി നിശ്ചലമായതിൽ പ്രതിഷേധിച്ച് ഹരിയാനയിൽ കർഷകർ ഇന്ന് പ്രതിഷേധ ധർണയും നടത്തുന്നുണ്ട്. കൃത്യമായ ആസൂത്രണമില്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലൂടെയുണ്ടായ നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചാണ് ഇടത് സഖ്യം സംയുക്തമായി രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുന്നത്. CPIM, CPI, RSP, CPIML അടക്കം 7 ഇടതു പാർട്ടികൾ സംയുക്തമായാണ് നാളെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ മാർച്ച് നടത്തുക. മണ്ഡി ഹൗസിൽ നിന്ന് ജന്തർ മന്ദർ വരെയാണ് പ്രതിഷേധ മാർച്ച്. പഴയ നോട്ടുകൾ പിൻവലിച്ചതിൽ നിന്ന് 10% മാത്രമേ പുതിയ നോട്ടുകൾ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് ബാങ്കുകൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിൻവലിച്ച നോട്ടുകളുടെ മൂല്യത്തിൽ പുതിയ നോട്ടുകൾ ലഭ്യമാകുന്നതുവരെ ബദൽ സംവിധാനം നടപ്പാക്കണമെന്ന് ഇടത് സഖ്യം ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയോട് സർക്കാർ പുലർത്തുന്ന സമീപനത്തിനെതിരെയും പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം. നോട്ട് പ്രതിസന്ധിയിൽ വിത്തിറക്കാൻ പോലുമാകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ്. കാലിച്ചന്ത വിപണിയും പൂർണ്ണമായി നിലച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഹരിയാനയിൽ ഇന്ന് കർഷകർ പ്രതിഷേധ ധർണ നടത്തും. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് കർഷകർ ദില്ലിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി പ്രതിസന്ധിക്ക് കാരണമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് LDF ഹർത്താൽ നാളെ. സംസ്ഥാന വ്യാപകമായി രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഹർത്താലിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടക്കും. ആശുപത്രി, പാൽ, പത്രം, വിവാഹം, ബാങ്ക് തുടങ്ങിയവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. ശബരിമല തീർത്ഥാടകരെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഹർത്താൽ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അഭ്യർത്ഥിച്ചു.
രാജ്യത്ത് കറൻസി പ്രതിസന്ധി സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരായുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് LDF നാളെ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തിലും പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താൽ. ബാങ്ക്, ആശുപത്രി, പാൽ, പത്രം, വിവാഹം തുടങ്ങിയവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹർത്താലിനോടനുബന്ധിച്ച് പ്രാദേശിക കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കും. കറൻസി പ്രതിസന്ധിയിലും സഹകരണ മേഖലയ്ക്കെതിരായ നീക്കത്തിലും പ്രതിഷേധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ RBI മേഖലാ കേന്ദ്രത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. പിന്നീട് പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ LDF പ്രവർത്തകരുടെ രാപ്പകൽ സമരവും നടന്നു. തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് നാളത്തെ ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പഞ്ചാബിൽ ജയിൽ ആക്രമിച്ച് ഖാലിസ്ഥാൻ നേതാവടക്കം 5 ഭീകരരെ ആയുധസംഘം രക്ഷപ്പെടുത്തി. അതീവ സുരക്ഷയുള്ള നാഹ സെൻട്രൽ ജയിലിൽ വെടിവയ്പ് നടത്തിയാണ് തടവുകാരെ രക്ഷപ്പെടുത്തിയത്. ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അകാലിദൾ BJP സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് ജയിലാക്രമണം. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. സംഭവം നടന്നതിന് ശേഷം എന്ത് ഔദ്യോഗിക വിശദീകരണമാണ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നത്? ഔദ്യോഗികമായി ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഇതാണ്. ഇന്ന് രാവിലെ 9:30 അതീവ സുരക്ഷയുള്ള പഞ്ചാബിലെ നാഭ സെൻട്രൽ ജയിൽ കവാടത്തിൽ ആയുധധാരികളായ 10 അംഗ സംഘം 2 കാറുകളിലായി എത്തുകയായിരുന്നു. ഇതിനുശേഷം ജയിൽ കവാടത്തിലെത്തി സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തു. പിന്നീട് ആകാശത്തേക്കും നിരവധി തവണ വെടിയുതിർത്തു. ഇതിനിടയിൽ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് ചീഫ് ഹർമീന്ദർ സിംഗ് മിന്റോ അടക്കം 5 ഭീകരരെയും രക്ഷപ്പെടുത്തി കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാർക്ക് പോലും പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല. ഇതിനാൽ തന്നെ ഇത് സർക്കാർ ഒത്താശയോടെ നടന്ന ആക്രമണം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2010 ലുധിയാന എയർപോർട്ട് സ്റ്റേഷൻ ആക്രമണമടക്കം നിരവധി ഭീകരാക്രമണ കേസുകളിലെ പ്രതിയാണ് ഹർമീന്ദർ സിംഗ് മിന്റോ. സംഭവത്തിൽ എന്തായാലും പഞ്ചാബ് DGP ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഭീകരർ രക്ഷപ്പെട്ട സാഹചര്യത്തിൽ പഞ്ചാബിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമീപ സംസ്ഥാനങ്ങളായ ഹരിയാനയും ഹിമാചൽ പ്രദേശും കേന്ദ്രീകരിച്ചും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അകാലിദൾ BJP സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് നാഭ ജയിൽ ആക്രമണം. പ്രജീഷ്, മനുശങ്കരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷൊർണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ആതിഥേയരായ പാലക്കാട് ഓവറോൾ ചാമ്പ്യന്മാരായി. ശാസ്ത്ര ഗണിതശാസ്ത്രമേളകളിൽ കണ്ണൂരാണ് ജേതാക്കൾ. സാമൂഹ്യശാസ്ത്രമേളയിൽ തൃശൂരിനും പ്രവൃത്തി പരിചയത്തിൽ പാലക്കാടിനുമാണ് കിരീടം. വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്ന് ഷൊർണൂരിൽ നടക്കും. 3 ദിവസമായി ഷൊർണൂരിൽ നടന്നുവന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. പ്രധാന വേദിയായ ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് സമാപന സമ്മേളനവും സമ്മാന വിതരണവും നടക്കുക. ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും കണ്ണൂർ ജില്ലയാണ് ജേതാക്കൾ. സാമൂഹ്യശാസ്ത്രമേളയിൽ തൃശൂർ ജേതാക്കളായി. പ്രവൃത്തി പരിചയമേളയിൽ കിരീടം ചൂടിയത് പാലക്കാട് ജില്ലയാണ്. ശാസ്ത്രമേളയിൽ 180 പോയിന്റോടെ കണ്ണൂർ ഒന്നാമതെത്തിയപ്പോൾ 162 പോയിന്റുമായി തൃശൂർ രണ്ടാമതെത്തി. 157 പോയിന്റോടെ മലപ്പുറം മൂന്നാമതുമെത്തി. ഗണിതശാസ്ത്രമേളയിലും ഓവറോൾ കിരീടം കണ്ണൂരിനാണ്. തൃശൂർ 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. സാമൂഹ്യശാസ്ത്രമേളയിൽ തൃശൂർ ജേതാക്കളായി. 181 പോയിന്റുള്ള തൃശൂരിന് പിന്നിലായി കണ്ണൂരും മലപ്പുറവും 2-3 സ്ഥാനങ്ങൾ പങ്കിട്ടു. പാലക്കാടാണ് പ്രവൃത്തി പരിചയമേളയിൽ കിരീടം ചൂടിയത്. കാസർഗോഡ്, മലപ്പുറം ജില്ലകൾ 2-3 സ്ഥാനത്തെത്തി. വൊക്കേഷണൽ എക്സ്പോയിൽ എറണാകുളം മേഖലയാണ് ഒന്നാമതെത്തിയത്. തൃശൂർ, കുറ്റിപ്പുറം മേഖലകൾക്കാണ് 2-3 സ്ഥാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടെത്താൻ പഴുതടച്ചുള്ള സംവിധാനം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് സർവീസ് സംഘടനകളുടെ നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംസ്കാരം ഒരു തരത്തിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. സർവീസിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല. അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കണം. സർവീസിന് തീരെ പറ്റാത്തതാണെങ്കിൽ സർവീസിന് പറ്റാത്ത നിലയിൽ സ്വീകരിക്കേണ്ടി വരും. 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലോക സിനിമാ വിഭാഗത്തിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് 81 ചിത്രങ്ങൾ. ഇന്ത്യയടക്കം 50 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കിംകി ഡൂക്കിന്റെ പുതിയ ചിത്രമായ ദി നെറ്റ് ലോക സിനിമാ വിഭാഗത്തിലെ ആകർഷണമാണ്.
നിലമ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷയും ശക്തമാക്കി. ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP നിതിൻ അഗർവാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ശബരിമലയ്ക്ക് കർശന സുരക്ഷ നൽകണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. നിലമ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കിയത്. പഴുതടച്ച സുരക്ഷയായിരിക്കണം ശബരിമലയ്ക്ക് നൽകേണ്ടതെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ADGP നിതിൻ അഗർവാൾ, എറണാകുളം റേഞ്ച് IG ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവിധ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം സന്നിധാനത്തെയും പരിസരത്തെയും സുരക്ഷ വിലയിരുത്തുകയും ചെയ്തു. ശബരിമലയിലെ സുരക്ഷ ശക്തമാണെന്ന് ADGP നിതിൻ അഗർവാൾ പ്രതികരിച്ചു. There is no issue. Nilambur has no effect here. The security is already tight, so there is nothing to worry about. കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രസേനയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകമായിട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ട് ഇതിനെ കൂടുതലായിട്ട് ഈ ഫോഴ്സിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ CCTV ക്യാമറകൾക്ക് പുറമെ പുതിയ CCTV ക്യാമറകളും സന്നിധാനത്തും മറ്റ് പലയിടങ്ങളിലുമായും സ്ഥാപിക്കുന്നുണ്ട്. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിൽ ദിനംപ്രതി തിരക്ക് കൂടി വരുന്നതിനാലും കനത്ത സുരക്ഷ നൽകണമെന്നാണ് പോലീസിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.